ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നാട്ടിൽ നിന്ന് ബ്രദറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയത് നല്ലൊരു കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. മാവേലിക്കര ഒരു ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഒരു കുഴിമന്തി കഴിച്ചു. പിന്നെ നേരെ വണ്ടി കയറിയപ്പോഴാണ് അമ്മ പറഞ്ഞത് പരുമല പള്ളിയിൽ പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്, അമ്മ എല്ലാ വർഷവും പോകാറുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് പേര് ഫുഡൊക്കെ സപ്ലൈ ചെയ്യാൻ റോഡിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പദയാത്രയിൽ വരുന്ന ആളുകൾക്ക് ഫുഡ് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകാനൊക്കെ പാടാണ്, നല്ല രീതിയിൽ തിരക്കുണ്ട്. ഒരുപാട് കിലോമീറ്ററോളം നടന്ന് വരുന്ന ആളുകളാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലൂടെ നമുക്ക് നടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയിലാണ്. പതിയെ പോകാൻ പറ്റുന്നുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് ഘോഷയാത്രകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാൻ സാധിക്കും. ഒത്തിരി ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പള്ളിയുടെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നത്. ഞങ്ങൾക്ക് വണ്ടിയിലോട്ടും ഫുഡൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലെത്തി. ഇവിടെ മെഴുകുതിരി കത്തിക്കൽ ഭയങ്കര ആചാരമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ എപ്പോഴും കത്തിക്കാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയൊരു മെഴുകുതിരി കാണുന്നത്. അയ്യോ, ഇത്രയും വലിയ മെഴുകുതിരി നമ്മൾ മലപ്പുറത്തൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടായിട്ട് ഞാൻ കാണാതിരുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഉണ്ട് കേട്ടോ മെഴുകുതിരി. അപ്പം അമ്മ പറയുന്നത് ഇത് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ ഈ വലിയ മെഴുകുതിരി കത്തിക്കുന്നതെന്നൊക്കെയാണ്. അപ്പോൾ അമ്മ വന്ന് കത്തിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അത് നമുക്കിങ്ങനെ കത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ വലിയൊരു അത്ഭുതമാണ് തോന്നിയത്. എന്ത് വലുതാണ് ഇത്, ഞാൻ കത്തിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ഭയങ്കര തിരക്കാണ്, ഒത്തിരി പേര് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മെഴുകുതിരിയും കുഞ്ഞു മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി ഒരുപാട് പേരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. പിന്നെ എവിടെയാണ് സ്പേസ് നമ്മുടെ മെഴുകുതിരി ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഇതാ ഇത്രയും വലിയൊരു മെഴുകുതിരി കത്തിക്കുന്ന സന്തോഷത്തിലാണ്. ഒപ്പം നമുക്ക് നമ്മുടെ പരുമല തിരുമേനിയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. ഓരോ മതക്കാർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പോൾ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മളെ രക്ഷിക്കുമല്ലോ. അപ്പോൾ എന്തായാലും വളരെ വിശ്വാസത്തോടു കൂടി ഞാനും കത്തിച്ചു. ഫസ്റ്റ് ടൈമാണ്. ഇനി ഇതുപോലെ പദയാത്രയിൽ വന്ന് കത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസ് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ. അങ്ങനെ ഇത്രയും വലിയ മെഴുകുതിരി കത്തിച്ച് ഇനി നമ്മളവിടെ സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ മെഴുകുതിരി കത്തിക്കലും പ്രാർത്ഥിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനും വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് വിപണന മേള തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരാൾ നമ്മൾ മാടി വിളിക്കുന്നു. ഒന്നും നോക്കിയില്ല, ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇതേ നമ്മുടെ പഴയ കാല മിഠായികൾ. എൻ്റെ പൊന്നോ, ഇത് ആ ഒരു പഴയ ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും അത് കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ്, പഴയ ഓർമ്മകൾ നമ്മളിലോട്ട് വരും. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, എല്ലാ മിഠായികളും ഓരോന്നും വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. ഒരുപാട് സാധനങ്ങളുടെ സ്റ്റാളുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്, ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ മുഴുവൻ തന്നെ നമുക്ക് നടന്ന് കാണാനൊന്നും പറ്റിയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നമ്മൾ കണ്ടു, സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലോട്ടൊരു കീച്ചേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ കീ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ആഡംബരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഏട്ടൻ്റെ പേര് എഴുതിയിട്ടുള്ള ഇതുപോലത്തെ നല്ലൊരു കീച്ചേൻ വാങ്ങിച്ചു. അപ്പോൾ 50 രൂപയായിരുന്നു കേട്ടോ ഇതിന്. അങ്ങനെ ഇതാ നമ്മൾ കീച്ചേനും വാങ്ങിച്ചു, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.